ഹലോ ഗായ്സ്, സോ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗ്രോസറി ഷോപ്പിംഗ് ആണ്. സോ ഇതിപ്പോൾ ഒരാഴ്ചത്തേക്കാണോ രണ്ടാഴ്ചത്തേക്കാണോ ഒരു മാസത്തേക്കാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കഴിക്കുന്ന പോലെ ഇരിക്കും. ഇത് നിങ്ങൾക്കൊരു ലവ് ലെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റിദ്ധരിച്ചു. ഇത് എൻ്റെ പച്ചക്കറിയുടെ ലിസ്റ്റ് മാത്രമാണ്. സോ ഞാനിവിടെ ഫ്രൂട്ട്സിൽ കുറച്ച് അവക്കാഡോസും ബനാനയും ഓറഞ്ചും, ഞാൻ നോർമൽ ആപ്പിൾ റെഡ് ആപ്പിളാണ് നോക്കിയത്, പക്ഷേ എനിക്ക് ഗ്രീൻ ആപ്പിളാണ് കിട്ടിയത്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും എനിക്ക് സാലഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഇതുപോലെ കുറേ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കുറച്ച് ലെമണൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. വേറെ ഒന്നും എനിക്ക് വേണ്ട. ഈ സോസേജ് ഒന്നും എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു, ബട്ട് ഇപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജർമ്മനി ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന സംഭവമാണ് ഈ ബട്ടറും മുട്ടയും ചീസും യോഗട്ടും. ഇതൊന്നും ഇല്ലാത്തൊരു ലൈഫേ ഇല്ല. പിന്നെ രാവിലെ ഒന്നും കഴിക്കാനില്ലെങ്കിലും ഞാൻ ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങിച്ചു വെക്കും. കാരണം ഇതെന്നിട്ട് ബേയിലിടും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലൊരു പാക്കറ്റ് എടുത്ത് കഴിക്കും. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് അരി കിട്ടുമെങ്കിലും ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ബസ്മതി റൈസാണ് കഴിക്കുന്നത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ബസ്മതി റൈസ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയൂന്ന് പറഞ്ഞു. സോ നമുക്കത് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഞാൻ ഇങ്ങനത്തെ പാക്കറ്റ് റൈസൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. കാരണം ചില സമയത്ത് ചോറും കറിയൊന്നും വെക്കാൻ ഒരു മൂഡും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ഓവനിലിട്ട് ചൂടാക്കിയിട്ട് കഴിക്കും. ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. ഇതൊരു സ്പിരിറ്റോസിനാണ്. ഇതിൻ്റെ അകത്ത് ആൽക്കഹോളൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. ആകെ എനിക്ക് ഇത്രയും കാലം കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള രണ്ട് ഫ്ലേവേഴ്സ് ജർമ്മനിയിലെ മാംഗോയും പൈനാപ്പിളും മാത്രമാണ്. വേറെ ഒന്നിനും ഒരു ടേസ്റ്റും ഇല്ല. ഇവിടുത്തെ മാംഗോയിൻ്റെ ഫ്ലേവർ നമ്മുടെ നാട്ടിൽ എക്സാക്റ്റ് നമ്മുടെ ഫ്രൂട്ടീൻ്റെയും മാസ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. പണ്ടൊക്കെ ഫുൾ ടൈം കടയിലോട്ട് പോക്കാണ് പരിപാടി. കാരണം എല്ലാ ദിവസവും എന്തെങ്കിലും വാങ്ങാണ്ടാവും. എല്ലാ ദിവസവും അത് പോയി വാങ്ങുക. ഇതിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്നു, കടയിൽ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, വീട്ടിലെത്തുമ്പോൾ ഒരു സമയമാവുന്നു. ഇതിപ്പോൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നതെന്ന് വരെ നമുക്ക് സംശയം തോന്നിപ്പോവും. സോ കുറച്ച് മാസമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ലാഭിക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ പുള്ളി ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പോകുന്നു. ബില്ലൊക്കെ ഞാൻ ആദ്യം വന്നപ്പോൾ എല്ലാം എഴുതി വെക്കുമായിരുന്നു. ഭയങ്കര സേവിങ്ങും കാര്യങ്ങളായിരുന്നു. പിന്നീട് മനസ്സിലായി അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ ഞാൻ അതൊക്കെ സൂക്ഷിച്ച് വെക്കാറില്ല ഇപ്പം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ബുക്ക് ചെയ്തൊരു സാധനം ദൈവം സഹായിച്ച് ഇപ്പം കയ്യിലെത്തിയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം പകുതിയോളം എൻ്റെ ഷോപ്പിംഗ് കൊണ്ടുപോയി. സോ ഇനി നമുക്ക് ഒരു പിസയൊക്കെ കഴിച്ച് മെല്ലെ അങ്ങോട്ട് ശരിയാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ ബൈ.